ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ടു ആൻഡ് ഇപ്പോൾ ഞാൻ ഡ്രിങ്ക് കുടിക്കാണ്. ദിസ് ഈസ് മൈ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു റുട്ടീനാണ് സ്റ്റാർട്ട് ചെയ്തത് ദിസ് മന്ത്, ലാസ്റ്റ് മന്ത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഞാൻ കുടിക്കും ഫസ്റ്റ്, പിന്നെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ദോശയാണ് ഉണ്ടാക്കണേ. പിന്നെ അതിന് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മളെ കറിയില്ലേ, അപ്പോൾ അതുണ്ടാക്കും. അപ്പോൾ ഞാൻ ദോശ ചുടട്ടെ. പിന്നെ മാവ് ഇവിടെ റെഡിയാണ്. ദോശ ചുടുന്നിടയ്ക്കാണ് ഞാൻ സെൽഫി ക്യാമറ തുറന്നത്. അപ്പോഴാണ് എനിക്ക് ആ ഭംഗി കണ്ടത്. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കാക്ടസ് ചെടി ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ ഇലച്ചെടി. ഇതിൻ്റെ ഒരവസ്ഥ. പിന്നെ ഞാൻ വീണ്ടും ദോശ ചുടാൻ തുടങ്ങി. ഇനിയും 2-3 ദോശ ചുടാനുണ്ട്. പിന്നെ ലേറ്റായെന്ന് ഞാൻ ഏത്തക്ക കഴിക്കാനിരുന്നു. റെഡിയായി. എൻ്റെ സിസ്റ്റേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ജിമ്മിന് പോകുന്ന വഴി. ഇങ്ങനെ നമ്മൾ സ്റ്റെയർസ് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ജിമ്മിലെത്തുന്നത്. ആഹാ, നോക്കൂ, എൻ്റെ സിസ്റ്റേഴ്സ് രണ്ടും, ഒരാൾ ബൈസെപ്സും ഒരാൾ ഷോൾഡറും ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ചൂടാണെന്നറിയോ ഈ ജിമ്മിൽ. നമ്മളൊരു സാധാരണ ഒരു ജിമ്മാട്ടോ, ഒരു ഹൈഫൈ ജിമ്മൊന്നും അല്ല. അപ്പോൾ ഞാനിവിടെ വർക്കൗട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പതുക്കെ വാമപ്പ് തുടങ്ങി. ഹെലികോപ്റ്റർ വാമപ്പാണ് കേട്ടോ. ഇതിങ്ങനെ ടൈം ലാപ്സിൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. പിന്നെ ഞാൻ ബൈസെപ്സ് കേൾ തുടങ്ങി, കുറച്ചൊക്കെ ചെയ്തു. നല്ല ചൂടാണ് കേട്ടോ, ഷീറ്റ് ഇട്ടുകൊണ്ട് അവിടെ നല്ല ചൂടാണ്. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് ബാർബൽ ഇങ്ങനെ ഇവിടെ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ചിരിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. അപ്പോഴാണ് എൻ്റെ ചെറിയ അനിയത്തി വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു പോയി. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കും, ചിരിക്കും, സംസാരിക്കും. അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇതാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള കുഴപ്പം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജിമ്മിൽ പോയിട്ട് വന്നു ആൻഡ് ഞാൻ ദോശ കഴിച്ചു. അപ്പോൾ ദോശ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ ചാർജിന് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു, വീട്ടിലെ പണി. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു. എനിക്ക് പിന്നെ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. നാളെ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. സാധനങ്ങളിങ്ങനെ പരത്തി വെച്ചേക്കാണ് ഞാൻ. ഇവിടെ ഒരു സാരി, ഇവിടെ ഡ്രസ്സ്, ബാഗ്, പിന്നെ ഞാനിവിടെ കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ മിററിനെ കാണുന്നത്. വാവ്! അപ്പോൾ ഞാൻ കുറേ പണിയൊക്കെ കണ്ടിട്ട് സ്ട്രെസ്സായി ഞാൻ എൻ്റെ നെയിൽ ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വാവ്! നല്ല വൃത്തികേടായി ഒരു നെയിൽ ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഉടുക്കുന്ന സാരിക്ക് മാച്ച് ആവണമെന്ന് ഇങ്ങനെ ചെയ്താട്ടോ. കമൻറ്റ് ചെയ്യണേ ഗൈസ്. ആരും പേടിക്കണ്ട കേട്ടോ. ഞാനൊരു കോഫി മാസ്ക് ഇട്ടാണ്. സോ ഇതിൻ്റെ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ മതി. ഞാനിനി ഫ്രഷ് ആവും ആൻഡ് ലഞ്ച് കഴിക്കും ആൻഡ് ഞാൻ ഫംഗ്ഷന് പോകും. ഓക്കെ, ഇപ്പം കാണുന്നതാണ് ഗൈസ് എൻ്റെ ലഞ്ച് അടി. ഒന്നുമില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ കറി കിട്ടുക, അത് കഴിച്ചു ഞാൻ. പിന്നെ എനിക്ക് റെഡി ആവണം. ഇനി ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു, ഡ്രസ്സൊക്കെ മാറി. ഞാൻ കുർത്ത, ഒരു ടോപ്പും ഒരു ലെഗിൻസ് പാൻറ്റും ആണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ബിക്കോസ് നൈറ്റ് കുറേ ആൾക്കാരുണ്ടാവില്ല. സിമ്പിൾ മതി, എനിക്ക് സിമ്പിളാണ് ഇഷ്ടം. ഞാൻ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇട്ടായിരുന്നു. ഇപ്പം ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഞാൻ ഐബ്രോ എഴുതാൻ പോവാണ്. ഇന്ന് മേടിച്ചൊരു ഐബ്രോ പെൻസിലാണ്. മേരി ജോക്ക്. അറിയില്ല എങ്ങനെ ഉണ്ടെന്ന്, നമുക്ക് നോക്കാം. അറിയുന്നുണ്ടോ ഡിഫറൻസ്? ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ചീപ്പാണ്, 50 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഔട്ട്ലൈൻ ഇങ്ങനെ എഴുതി ആൻഡ് ജസ്റ്റ് ബ്രഷ് ഔട്ട് ചെയ്തു ഇതുപോലെ. സിമ്പിൾ. പിന്നെ നമുക്ക് ഇനി ഹൈലൈറ്റ് ആവണമെങ്കിൽ ഇവിടെ നമുക്ക് കൺസീലർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തിട്ട് വരട്ടെ. നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കാം. മാർസിൻ്റെ മസ്കാരയാണ്.
എൻ്റെ ഫേവറേറ്റാണ് മസ്കാര പാർട്ട് ആൻഡ് ഐ ആൻഡ് ഐബ്രോ പാർട്ടാണ് എൻ്റെ ഫേവറേറ്റ്. സോ മസ്കാര ഈസ് മസ്റ്റ്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ എന്താ ഇത് നമ്മൾ ചെയ്താൽ നമ്മളൊരു വലിയ മേക്കപ്പാണ് അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യണം. പിന്നെ എപ്പോഴാണ് ചെയ്യണേ? ഇപ്പോൾ ചെയ്തെങ്കിൽ നമ്മൾ എപ്പോഴാണ് ചെയ്യണേ? വേറൊരു ലൈഫ് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഗേൾസ് മാത്രമല്ല കേട്ടോ, ബോയ്സും മേക്കപ്പ് ചെയ്യാറുണ്ട്. സോ അതിൽ മേക്കപ്പിലൊരു ജെൻഡറില്ല, ഫീമെയിൽസ് ആൻഡ് ഇത് ഫീമെയിൽസ് മാത്രം ചെയ്യും, എന്താ മെൻസിന് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, മേക്കപ്പാണ്, ഇത് ഇട്ടോളൂ, ആര് വേണമെങ്കിലും ഇട്ടോളൂ, ഇഷ്ടമുള്ള എല്ലാവരും ഇട്ടോളൂ. അല്ലെങ്കിലും മേക്കപ്പിൽ എഴുതിയിട്ടുണ്ടോ ജസ്റ്റ് ഫോർ വിമൻ? അങ്ങനെ എവിടെയും കാണുന്നില്ല. ഞാൻ ഒരു പ്രോഡക്റ്റിലും അങ്ങനെ കണ്ടിട്ടില്ല. വെറുതെ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും ഇത് എന്താ പെണ്ണുങ്ങൾ മാത്രം ചെയ്യണം, ഇത് ആണുങ്ങൾ മാത്രം ചെയ്യണം, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. സിമ്പിൾ. കോംപ്ലിക്കേറ്റ് ആക്കല്ലേ തിങ്സിന്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഇട്ടു. പിന്നെ വേണമെങ്കിൽ കൺസീലർ കൊണ്ട് നമ്മൾ ഇതൊക്കെ ഹൈഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണില്ല. എൻ്റെ ഫേസിന് ഒരുമാതിരി തക്കാളി പോലെ ആക്കിയെടുക്കാൻ പോവാ കേട്ടോ. നമുക്ക് കുറച്ച് ഇവിടെയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ മുടി ഇവിടെ വേണം, ഇവിടെ ഒരു കുറച്ച്. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു ഡിസൈന് പോലെ ആക്കി കൊടുക്കണം. ഇതിനെ സ്പ്രെഡ് ചെയ്തിട്ട് പോവാം. ബ്ലഷ് കഴിഞ്ഞു ആൻഡ് നമുക്ക് ഒരു ലിപ് ബാം ആൻഡ് ഒരു ലിപ് ഗ്ലോസ് ഇടാം. ലിപ് ഗ്ലോസ് ഇട്ടു ആൻഡ് പൊട്ട് തൊട്ടു. ഇയറിങ്സ് ഞാൻ മുന്നേ ഇട്ടു, ഇതൊക്കെ ഞാൻ ഇട്ടായിരുന്നു. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ചെറിയ മിനിമൽ മതിയോ ഇത് മതിയോ ഉണ്ട്. ഒരു പിങ്ക് ഇതിന് മാച്ചാണ്. പക്ഷെ ഞാനിവിടെ പിങ്ക് ഇട്ടാൽ ഞാനിവിടെ ഗോൾഡ് ഇടും. അപ്പം ഞാൻ ഇതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ലിപ് ഗ്ലോസ് ഇട്ടു, ഇയറിങ്സ് ഇട്ടു, മാല ഇട്ടു ആൻഡ് ഞാൻ മുടി ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഉണങ്ങിയില്ല മുടി, അതുകൊണ്ട് കേട്ടോ. ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ ആക്ച്വലി അറിയില്ല. പിന്നെ ഓക്കെ, ഒക്കെ നോർമലാണ്. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു പെർഫ്യൂം. ഏത് പെർഫ്യൂമാണ്? സൂഡിയോയുടെ സൺസെറ്റ് ഡ്രീംസ് ആണ്. മൈൽഡാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ടാൽ ഓക്കെ. അപ്പോൾ ഗായ്സ്, സമയം 4 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. പിന്നെ താങ്ക് യു എനിക്ക് ആ ഐഡിയ തന്നതിന്. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ആരോ തന്നത്. ആരാന്ന് എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ആരാന്ന്? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദിസ് ഇസ് നോട്ട് എ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ലുക്സ് ലൈക്ക്. ഞാനിങ്ങനെ കുറേ സമയമൊക്കെ വേസ്റ്റ് ചെയ്യാറുണ്ട്, എന്താ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുക ഒബ്വിയസ്ലി. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് ഈ ഫോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേറെ ഒരാളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യണ്ട, ഒരു ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരുടെ ലൈഫുമായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.